സുഹൃത്തുക്കളെ, ഇത് ഞങ്ങളുടെ അനിസാറാണ്. അനിസാറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല, ഇത് നമ്മുടെ എബ്രാം സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, എന്നാണ് പോകുന്നത്? മാർച്ച് മാസം 3-നാണ് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ, അതായത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചല്ലേ? അതെ അതെ. ഇന്റർനാഷണൽ മീറ്റിനുമാണ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്കിന്റെ അല്ലേ? അതെ, വേൾഡ് അത്ലറ്റിക്സ് ആണ് അവിടെ നടക്കുന്നത്. പല കൺട്രീസിലുള്ള അത്ലറ്റിക്സ് ആണ് അവിടെ മത്സരിക്കുന്നത്. അതിൽ നമുക്കും പങ്കെടുക്കാൻ വേണ്ടി ക്വാളിഫൈ ആയി. അതിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. സാറിന്റെ ഫസ്റ്റ് മീറ്റ് ആണോ? ഇന്റർനാഷണൽ മീറ്റ് ഇത് ഫസ്റ്റ് മീറ്റ് ആണ്. മാർച്ച് മാസം 5-ാം തീയതി തൊട്ട് 8-ാം തീയതി. മലേഷ്യ പോയില്ലായിരുന്നല്ലേ? മലേഷ്യക്ക് പോയില്ല, പക്ഷേ പലതവണ ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ട്. ഞാൻ നാഷണൽ ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പലതവണ ഞാൻ ക്വാളിഫൈ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനു വേണ്ടിയുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം സാമ്പത്തികം എല്ലാം മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് ആണ്, സാമ്പത്തികമാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല, യാതൊരു സപ്പോർട്ടും ഇല്ല. ഇതിനെല്ലാം നമ്മൾ സ്വന്തമായിട്ട് വേണം കണ്ടെത്താൻ. സാറിന്റെ ജോലി എന്താണ്? ഞാൻ LIC ആണ് വർക്ക് ചെയ്യുന്നത്. അതെ, അതിൽ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം മാറ്റി വെച്ചിട്ടാണ് അതെ ഈ സ്പോർട്സിനെല്ലാം പങ്കെടുക്കുന്നത്. ഈ തായ്ലൻഡ് മീറ്റിന് റെഡി ആകുന്നത്. അതെ, ഏകദേശം എന്തോ ചെലവ് വരുന്നുണ്ട്? ഏകദേശം ഒരു 80,000-85,000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് വരുന്നുണ്ട്. അതെ. അപ്പം ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയാൻ നമുക്ക് ഫണ്ടാണ്. അതെ, ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ നമുക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. പൈസ വേണം, സാമ്പത്തികം കൂടെ വേണം, ഇതിന് വേണം. അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാകണം. അത് പക്ഷേ നമുക്കിത് ഉണ്ടാകുന്നില്ല ഇതുവരെ. നമുക്ക് മാസ്റ്റേഴ്സ് കായികതാരം നിങ്ങളൊന്നും ഒരു ആദരിക്കൽ പോലും നടക്കുന്നില്ലല്ലേ? അതെ, വളരെ. കാരണം ഇന്റർനാഷണൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചൊക്കെ പോകുന്ന ആളുകളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത്. അതെ. പക്ഷെ അത് പഞ്ചായത്തിന്റെ പോയിട്ട് ഒരു ഭാഗത്തൊന്നും അല്ലേ? പഞ്ചായത്തിൽ നിന്ന് ഒരു തവണ ഞങ്ങൾ നാഷണൽ ഫസ്റ്റ് വന്നപ്പോൾ നമ്മുടെ അങ്ങടി പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഒന്ന് ആദരിച്ചായിരുന്നു. ഞങ്ങളുടെ ഒരു 3 അത്ലറ്റ്സിലെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. അത് 2014 ആ വർഷങ്ങളിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു മീറ്റിൽ പോകുന്നതിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന 2-3 പേരൊക്കെ കാണത്തുള്ളായിരിക്കും. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ജോലിക്കാരായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഈ ഒരു വരുമാനം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. ആരും കാണാതെ പോലും പ്രിയമുള്ളവർ പോകാനുള്ള റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഏതൊരു അത്ലറ്റ്സിന്റെ സ്വപ്നമാണല്ലോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മത്സരിക്കുക, രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ നേടുക എന്നുള്ള എല്ലാം നമ്മുടെ ഏതൊരു ഫസ്റ്റ് മീറ്റാണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ മീറ്റ് ആണ്. ഇത്രയും കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയാണ് പോകുന്നത്. മറ്റുള്ളവർക്കൊക്കെ എല്ലാവിധ ഫെസിലിറ്റികളും ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പൊ ആ രീതിക്ക് പുറം ലോകത്തോട് സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഈ മാസ്റ്റേഴ്സ് കായിക താരങ്ങളെ ഗവൺമെന്റ് നല്ല രീതിയിൽ പരിഗണിക്കണം, വേണം. അവർക്കുള്ള പ്രോത്സാഹനം കൊടുക്കണം, സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഒരു പ്രോത്സാഹനം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പോയി വിജയിച്ചു വരിക. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് മെഡലുകളൊക്കെ കരസ്ഥമാക്കുക. അപ്പം നിങ്ങളുടെയൊക്കെ പേരിൽ നമ്മുടെ രാജ്യം അറിയപ്പെടട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് പോയിട്ട് ഒന്നുകൂടെ കാണാം. ഉറപ്പായിട്ടും മെഡൽ അടിക്കണം.